ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ നെയിമിൻ്റെ ഫ്രണ്ടിൽ ഡോക്ടർ എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് എന്താണെന്ന് പല കുട്ടികളും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സിൻ്റെ അപ്ഡേഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 പേജ് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരു നേഴ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഡോക്ടർ എന്ന പദവി എങ്ങനെ നേടാം എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ മുൻപിൽ ഡോക്ടർ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളൊരു ഏറ്റവും ഉയർന്നൊരു വിദ്യാഭ്യാസ അവസരമാണിത് DNP എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ ഓഫ് നേഴ്സ് പ്രാക്ടീസ്. DNP എന്നാൽ അതൊരു നേഴ്സ് തങ്ങളുടെ കരിയറിൽ നേടാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഒരു ഡിഗ്രി തന്നെയാണിത്. ഇന്ത്യയിലെ ഈ ഒരു കോഴ്സ് ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഈ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NPCC കോഴ്സ് നിർബന്ധമായിരിക്കണം. അതായത് നേഴ്സ് പ്രാക്ടീഷണർ ഇൻ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളൊരു നേഴ്സ് പ്രാക്ടീഷണറായിട്ട് കുറഞ്ഞത് ഒരു 2 വർഷത്തെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും കൂടി ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ DNP കോഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക. ഈ ഒരു കോഴ്സ് നോർമലി നമുക്ക് ഫുൾ ടൈം ആയിട്ടും അതുപോലെ പാർട്ട് ടൈം ആയിട്ടും നമുക്ക് ചെയ്യാം. ഫുൾ ടൈം ആയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് 2 ഇയേഴ്സ് ആണ് എടുക്കുക. പാർട്ട് ടൈം മോഡിലാണ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 3 ഇയേഴ്സും നമുക്ക് ഇതിനായിട്ട് വരുന്നുണ്ട്. അപ്പം നിലവിലെ ഇന്ത്യയിലെ MGM അതുപോലെ KVM എന്ന് പറയുന്ന 2 യൂണിവേഴ്സിറ്റികളിലാണ് ഈ DNP കോഴ്സ് നൽകുന്നത്. അടുത്ത വർഷങ്ങളായിട്ട് കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഇത് ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം DNP കോഴ്സിന് ഹൈലി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇയറിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ഇയേഴ്സുകളെല്ലാം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരു DNP കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ DNP നേടുന്നതിലൂടെ നിങ്ങൾക്കൊരു അഡ്വാൻസ് ലെവൽ നേഴ്സ് പ്രാക്ടീഷണർ എന്ന നിലയിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലിനിക്കൽ പ്രാക്ടീസിനൊപ്പം ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി നിങ്ങൾക്ക് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജോബ്സുകളാണ് നിങ്ങൾക്ക് ഈ DNP കഴിഞ്ഞ സ്റ്റുഡൻസിന് അവിടെ ലഭിക്കുന്നത്. അതുപോലെ DNP കൂടാതെ നിങ്ങളുടെ നെയിമിൻ്റെ ഫ്രണ്ടിലെ ഡോക്ടർ എന്ന പ്രിഫിക്സ് വെക്കാൻ സാധിക്കുന്ന വേറൊരു കോഴ്സാണ് PhD. അപ്പോൾ എല്ലാവർക്കും വളരെ ഡൗട്ടാണ് DNP PhD എന്താണ് വ്യത്യാസം എന്നുള്ളത്. PhDക്കകത്ത് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് റിസർച്ച് ആൻഡ് അതുപോലെ ടീച്ചിങ് സെഗ്മെൻറ്റിലായിരിക്കും. എന്നാൽ DNPക്കകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്ലിനിക്കൽ സൈഡിലാണ്. അതായത് രോഗികളുടെ പരിചരണം, അവരുടെ ക്ലിനിക്കൽ ലീഡർഷിപ്പ് തുടങ്ങിയവയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഡോക്ടർ ഡെസിഗ്നേഷൻ പേരിൻ്റെ മുൻപിൽ വേണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ് സർക്കിളിലോട്ടും ഈ ഒരു ഇൻഫോർമേഷൻ ഒന്ന് പാസ് ചെയ്യാം. ദെൻ എത്രയും പെട്ടെന്ന് ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് കോഴ്സസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ എക്സാംസ് ക്രാക്ക് ചെയ്യണം, ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. So please share this information and download the Insight 360 app. Today clarity, tomorrow success. Keep growing with Insight 360.